നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് പണക്കാരനെ പോലെ ഫീൽ ചെയ്യാം. നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് കാശ് അല്ലെങ്കിൽ ഒട്ടും കാശില്ലാത്ത സമയത്തും നമുക്ക് എങ്ങനെ പണക്കാരനായിട്ട് ഫീൽ ചെയ്യാം എന്നുള്ളതാണ്. അതുവഴി എങ്ങനെ പണക്കാരനായി മാറാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഫ്രീ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അതുവഴി നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും ഉണ്ടാവും. അല്ലെങ്കിൽ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ട കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഷെയർ ചെയ്യും. അതുവഴി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്കും ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, എങ്ങനെ നമുക്ക് പണക്കാരനായിട്ട് ഫീൽ ചെയ്യാം? അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. ഇത് കഷ്ടപ്പെടുന്നവന്റെ ലോകമോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കുന്ന ആളുകളുടെ ലോകമല്ല. നമ്മൾ ഇൻഡയറക്ട്ലി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും അവിടെ എനർജി കൊടുക്കുന്നുണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതൊരു എനർജി ബേസ്ഡ് ലോകമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവാം. അല്ലാതെ ഇതൊരു എന്താണ്, എനർജിയാണ്, നിങ്ങളുടെ ചിന്തകളാണ്. വാട്ട് യു തിങ്ക് യു ബിക്കം എന്നുള്ളതാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കുന്നതിന്റെ ലോകമാണ് ഇതെന്നുള്ള തിരിച്ചറിവ്, അവയർനെസ് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ചിന്തകളെ കൺട്രോൾ ചെയ്യുക, ഓരോ ചിന്തകളും ഫിൽട്ടർ ചെയ്ത് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട്, ഇത് നിങ്ങളുടെ ഷാഡോയാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഷാഡോ എന്നപ്പുറത്തേക്ക് ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു റിയാലിറ്റി അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് സാമ്പത്തിക പ്രോബ്ലം, യഥാർത്ഥത്തിൽ സത്യം എന്താണ്? നിങ്ങൾക്ക് എല്ലാ ഇഷ്ടം പോലെ ഇൻഫിനിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ റിയാലിറ്റി. അതിനെ നമ്മൾ കുറേ നെഗറ്റീവ് ചിന്തകൾ ചിന്തിച്ച് കുറേ കള്ളങ്ങൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞ് 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 അതിപ്പോ നിങ്ങൾ, റിയാലിറ്റി അതല്ല, നിങ്ങളത് ആക്കി തീർത്തിരിക്കുകയാണ്. യഥാർത്ഥ റിയാലിറ്റി നിങ്ങൾക്ക് എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ അതിലേക്ക് മാറാം എന്നുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഐ ആം റിച്ച്, മേക്കിംഗ് മണി, നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾ എപ്പോഴും പറയുന്നതാണ്, മേക്കിംഗ് മണി സൂപ്പർ ഈസി, മേക്കിംഗ് മണി സൂപ്പർ ഈസി, മേക്കിംഗ് മണി ഈ സൂപ്പർ ഈസി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ നിരന്തരമായി മേക്കിംഗ് മണി സൂപ്പർ ഈസി എന്ന് പറയുമ്പോൾ നമുക്ക് പൈസ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ യൂണിവേഴ്സ് നമുക്ക് ഇൻഡ്യൂഷനായി തരികയും അതിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്പയർഡ് ആക്ഷൻസ് അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ മലയാളത്തിൽ പറയാം, നമ്മളത് കൃത്യമായിട്ട് അതിന് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന വഴിയിലൂടെ നമ്മൾ ആക്ഷൻസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് റിസൾട്ട് കിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്ന ആ പണം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും നമ്മൾ എന്തായിരിക്കണം എന്നാണോ നമ്മൾ ആവേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ പണക്കാരനാവും, അല്ലെങ്കിൽ ഭാവിയിലല്ല, ഇപ്പൊ യഥാർത്ഥം നിങ്ങൾ പണക്കാരൻ തന്നെയാണ്, നിങ്ങളത് മൂടി വെച്ചിരിക്കുന്നത്. എങ്കിലും നമ്മൾ ലോജിക്കലി ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രസന്റ് ചിന്തകൾ, ഐ ആം ഹെൽത്തി, ഐ ആം ഹെൽത്ത്, ഇവിടെ പണക്കാരന് ആവശ്യമില്ല, വെൽത്തി വെൽത്തി എന്നൊക്കെ നമ്മൾ നിരന്തരമായി ചിന്തിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഹീലിങ്സ് നടക്കണം. മണിയായിട്ട് ബന്ധപ്പെട്ട ഹീലിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും, ലൈവായിട്ട് തന്നെ ഉണ്ടാവും, സൂം മീറ്റിംഗ് വഴി. അപ്പൊ അതിലേക്കൊക്കെ ജോയിൻ ചെയ്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടുക. നമ്മളുമായിട്ടല്ല, നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുക. കാരണം ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ്. നമ്മുടെ ഓരോ ചിന്തകളും റിയാലിറ്റിയെ മാറുന്നുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് വരുന്ന എല്ലാ ചിന്തകളെയും ഫിൽട്ടർ ചെയ്ത് പോസിറ്റീവ് ആക്കി മാറ്റുക. ഇപ്പോൾ നിങ്ങളുടെ വെൽത്ത് ഇല്ലായ്മ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കള്ളത്തരമാണ്. അതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുക എന്നുള്ളതാണ്. പതഞ്ജലി മഹർഷി ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയല്ല, ചിന്തകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു മതപരമായിട്ടുള്ള കാര്യം കേട്ടോ. അതൊരു മനുഷ്യനാണ് അദ്ദേഹം. എല്ലാ മതങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ സപ്പോർട്ട് ചെയ്ത്, ഞാൻ എപ്പോഴും പറയും, ഭഗവത്ഗീത ആയിക്കോട്ടെ, ഖുറാൻ ആയിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ, എല്ലാത്തിലും പറയുന്നുണ്ടല്ലോ. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ തത്വമസി, അത് നീയാകുന്നു, നീ തേടി വന്ന ദൈവം നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നീയാണ് ആ ദൈവം, നിന്റെ ചിന്തകളാണ് ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ ആ സ്വയം അന്വേഷിച്ചു പോയ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ മനുഷ്യന്മാരല്ലേ എഴുതപ്പെട്ടാണല്ലേ. അടുത്തത് നമ്മുടെ ബൈബിളിൽ പറയും, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ക്ലാസ്സത്തിൽ പറയുന്നുണ്ട്. ഖുറാനിൽ പറയുന്നുണ്ട്, സമ്പത്തിന്റെ 10% ആളുകൾക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ സമ്പത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ആളുകൾക്ക് കൊടുക്കാൻ. കാരണം കൊടുത്താലും നമുക്ക് കൂടുതൽ കിട്ടും. കാരണം മണി ഈസ് ആൻ എനർജി. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ആ ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. മണി ഈസ് ആൻ എനർജി, എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് എനർജി എന്നുള്ളതാണ്.
അപ്പൊ ആ എനർജി ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു അവയർനെസ്സിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്ത നമുക്ക് കൂടുതൽ വിശ്വാസം ജനറേറ്റ് ചെയ്യും. അതുകൂടാതെ മണിയുമായിട്ട് ബന്ധപ്പെട്ട ഹീലിങ്സ് നടത്തി നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടത്താമെന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷനെ സ്പീഡപ്പ് ആക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഫ്രീ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.